ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ തന്നെ ഓപ്പൺ വേൾഡ് ഗെയിംസ് ആണ്. ഓപ്പൺ വേൾഡ് ഗെയിംസ്. അപ്പോൾ നമുക്ക് ഓപ്പൺ വേൾഡ് ഗെയിംസ് നോക്കാം. ഓപ്പൺ വേൾഡ് ഗെയിംസ് ആദ്യമായിട്ട് നമുക്ക് വന്നേക്കെന്ന് വെച്ചാൽ ഗ്രാൻഡ് മൊബൈൽ RP എന്ന് പറഞ്ഞിട്ടൊരു ഗെയിമാണ്. ഇത് നല്ലൊരു ഗെയിമാണ്. ഞാൻ കളിച്ച് എക്സ്പീരിയൻസ് ചെയ്തതാണ്. ഒരു സെറ്റ് മീൻസ് കാറൊക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ റേസിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു GTA 5 പോലത്തെയൊക്കെ ഒരു ഗെയിമാണ്. രണ്ടാമത്തത് ഗാങ്സ്റ്റർ ന്യൂ ഓർലൈൻസ് ആണ്. ഇത് ഞാൻ കളിച്ച് നോക്കിയതാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്റ്റ് നമ്മളെ GTA 4 അല്ലേ, GTA 4 ആണ് ഈ സാധനം എന്ന് പറയുന്നത്. സൈസ് ഇത്തിരി കൂടുതലാണ്. മറ്റേ ഗ്രാൻഡ് മൊബൈൽ RPക്ക് ഇത്ര സൈസില്ല, 123 MB ഉള്ളൂ. പിന്നെ ഗാങ്സ്റ്റർ വേഗാസ് വേൾഡ് ഓഫ് ക്രൈം, ഇതൊരു സെറ്റ് ഗെയിമാണ്. ഇത് ലൈക്ക് കുറേ മിഷൻസൊക്കെ ഉണ്ട്. കുറേ മിഷൻസൊക്കെ ഉണ്ട്, സെറ്റാണ്. പിന്നെ മാഡ് ഔട്ട്, ഇത് കളിക്കാനും RP ഗെയിമാണ് കേട്ടോ. ഈ മാഡ് ഔട്ട് എന്ന് പറയുന്നത് തോക്കെടുക്കാൻ പറ്റും, കാർ കസ്റ്റമൈസേഷൻ, കാർ വാങ്ങിക്കാൻ പറ്റും, ആൾക്കാരുടെ ബോഡി കസ്റ്റമൈസേഷൻ. നമുക്കിപ്പോൾ സ്റ്റോർ തുടങ്ങാം, ആൾക്കാരായിട്ട് സംസാരിക്കാം. ഫുൾ മലയാളീസാണ്. സർവർ ഇഷ്ടമുള്ള സർവർ എടുക്കുക, മലയാളീസുടെ സർവർ മാത്രം കാണും. പിന്നെ ഫ്ലക്സ് സിറ്റി ഓൺലൈൻ, ഇതും ഈ ഗ്രാഫിക്സ് ഇത് കാണും പോലെ അല്ല, ഇതിനെക്കാട്ടി നല്ല ഗ്രാഫിക്സ് ഉള്ള ഒരു സെറ്റ് ഗെയിമാണിത്. ഇത് മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഗെയിം തന്നെയാണ്. പിന്നെ വേറെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇതുണ്ട്. നമുക്കിപ്പോൾ അഡ്വെഞ്ചർ ഇത് കുറച്ച് സോംബി അഡ്വെഞ്ചർ ഫൈറ്റിംഗ് സർവൈവൽ ഗെയിംസൊക്കെ ആണെങ്കിൽ ഇത് എടുക്കാം. പിന്നെ ഡേയ്സ് ആഫ്റ്റർ സർവൈവൽ ഗെയിംസ്, ഇതും ഒരു സെറ്റാണ് ഗെയിമാണ്. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ PC ലെവൽ കളിക്കും പോലെ ഇരിക്കും. പോളി ഗെയിമാണ്. നമ്മൾ ഓപ്പൺ വേൾഡൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു ഗെയിമാണ്. പിന്നെ RP ഗ്രാൻഡ് ഓപ്പൺ, ഇതാണ് RP ഗ്രാൻഡ് ഓപ്പൺ സാധനങ്ങൾ. ഇതിൻ്റെയൊക്കെ മാപ്പ് എന്ന് പറഞ്ഞാൽ കണ്ട, ഇത് GTA 5 മാപ്പ് പോലെയാണ് ഇതിൻ്റെ മാപ്പ് ചെയ്യാനുള്ളത്. പിന്നെ കണ്ട, ബാങ് ഹേസ്റ്റ്, റേസസ്, താപ്പി ക്യാപ്ചർ, ജെഫ്റ്റ് വാർ, അങ്ങനെ കുറേ ഉണ്ട്. ടെറിട്ടറി ക്യാപ്ചർ, റേസ്, ബാങ് ഹൈറ്റ്, ഗ്രാഫിറ്റി വാഷ്, അങ്ങനെ കുറേ ഉണ്ട്. ഇത് പിന്നെ ഒരു RP ഗെയിമും കൂടെയാണ്. കുറേ ജോബ്സ് പ്രൊഫഷൻസ് കുറേ ഉണ്ട്. പിന്നെ ലാസ്റ്റ് ഐലൻഡ്, എൻ്റെ അമ്മോ, ഇത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഇതെല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. വീട് വയ്ക്കണം കയ്യിൽ. മീൻസ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർവൈവൽ ഗെയിം ഇഷ്ടമുള്ള എല്ലാവർക്കും ഇത് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ്. ഇതിൻ്റെ വേറെ ഇത് ചില ഫോണിൽ സപ്പോർട്ടല്ല. അത് ഞാനിപ്പോൾ പറഞ്ഞ കുറേ ആപ്സും ചില ഫോണിൽ സപ്പോർട്ടായിരിക്കില്ല. അതുകൊണ്ട് അതെങ്ങനെ എടുക്കേണ്ടതെന്നൊക്കെ അറിയാമല്ലേ. ക്രോമിൽ നിന്നൊക്കെ ഏതെങ്കിലും ആപ്പൊക്കെ വെച്ച് എടുത്താൽ മതി. പിന്നെ വാക്കിംഗ് സോംബി, ഇതും കുറേ ഇതുണ്ട്. കുറേ മിഷൻസ് ചവർ പോലെ കിടപ്പുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഗെയിം എക്സ് സർവൈവ്, ഇതും ബിൽഡ് അക്രോസ്, ഇത് ന്യൂജനാണ്, മനസ്സിലായോ? ന്യൂജൻ സർവൈവൽ ഗെയിമാണ്. ഈ അണ്ടർഗ്രൗണ്ട് ബേസൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇത്രയേ ഉള്ളൂ നമ്മളെ ഗെയിം. പിന്നെ ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ടൊന്നല്ല എടുത്തത്, ഇത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. പിന്നെ ഇതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു തന്നു. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ പറയാൻ മറന്നുപോയി, ഈ ഡ്രൈവ് സോൺ ഓൺലൈൻ, എൻ്റെ അളിയാ, ഇത് മറ്റേ മേലിയോ, ഇത് സെറ്റാണിത്. പൊളിയാണ്. ഗ്രാഫിക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ സെറ്റാണ്. ഇനി സ്പൈഡർമാൻ്റെ ഒരു ഗെയിമുണ്ട്, സ്പൈഡർമാൻ ഗെയിം എന്ന് ചുമ്മാ അടിച്ചാൽ മതി. അപ്പോൾ സ്പൈഡർമാൻ 2 ആണ് സാധനം. വെയിറ്റ്, സ്പൈഡർമാൻ 2 അടിച്ചു കിട്ടും. സ്പൈഡർമാൻ 2 എന്നാണ് എൻ്റെ ഒരു, പക്ഷെ അത് വരേണ്ടതാണ് ഗൈസ്. സ്പൈഡർമാൻ്റെ പിന്നെ കോൾ ഓഫ് ഡ്യൂട്ടിയും കൊള്ളാം. കോൾ ഓഫ് ഡ്യൂട്ടി ചിലവരുടെ സപ്പോർട്ട് ആവത്തില്ല, ഭയങ്കര ഹാങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ക്ലാഷ് ഓഫ് ക്ലാൻസ് കൊള്ളാം. ഇവിടെ ഒരു സ്പൈഡറിൻ്റെ ഗെയിം ഉണ്ടായിരുന്നു. സ്പൈഡർമാൻ
ഗെയിംസ് സ്പൈഡർമാൻ ഗെയിംസ് അതിന് അതാ കിടക്കുന്നത് സ്പൈഡർ ഫൈറ്ററാണ്. ഓക്കെ, സ്പൈഡർ ഫൈറ്റർ 3 ആക്ഷൻ. എൻ്റെ അമ്മോ, ഇവർ കാർട്ടൂൺ ആണെങ്കിലും സെറ്റായിട്ട് അബിലിറ്റിക്ക് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓപ്പൺ വേൾഡാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ ഫൈറ്റിൻ്റെ ഒരു ഇതാണ്, ഇത്രയും ആൾക്കാർ മാത്രം ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മറ്റേതാണ് കുറച്ചും കൂടെ നല്ലത്. കുറേ മിഷൻസും കാര്യങ്ങളും ഉണ്ട്.